everyone, welcome back. Hope you all doing good and great. So ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ മാരേജ് ആണ്, നിക്കാഹ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു വൈറ്റ് ഡ്രസ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ദിസ് ഈസ് മൈ ചുരിദാർ. ഞാൻ ഫുൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കൂടെ ഗോൾഡൻ കളർ ഷാളാണ് ഇതിന് പെയർ ചെയ്യുന്നത്. വൈറ്റ് ഡ്രസ്സ് എല്ലാവരും ഡിഫറെൻറ്റ് മോഡൽ, ബട്ട് ഗോൾഡൻ കളർ ഷാൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഷാളാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഹാഫ് ചെയ്യുന്നുണ്ട് എല്ലാവരും, അത് ചെയ്യണം. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഞാൻ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. സോ ദിസ് ഈസ് മൈ അപ്പോൾ നമുക്ക് റെഡി ആവാം. മേക്കപ്പ്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടാനൊന്നും അറിയില്ല, ബട്ട് എല്ലാവരും വെച്ച് നമുക്ക് ഒപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റിന് ഇടുന്നത് ഗാർണിയറിൻ്റെ ഈ ഒരു സെറാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. സെറം തേച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു BB ക്രീമാണ്. ഗുഡ് വൈബ്സിൻ്റെ BB ക്രീമാണ്. വേറൊരു പ്രൊഡക്റ്റ് പേർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഈ ഒരു BB ക്രീം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ കുറച്ച് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫൗണ്ടേഷനോട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്കിന്നിനെ പറ്റി ആ ഒരു കളർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ കൂടെ തന്നെ ലാക്മീൻ്റെ ഈ ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്. പൊതുവേ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, ബട്ട് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഈ 3 ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിനെ പറ്റി ആ ഒരു കളറാക്കിയതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ലൈവായിട്ട് വോയിസ് കൊടുത്തോണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്നതാണ് ഞാൻ അതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇങ്ങനെ ജസ്റ്റ് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിൽ. ബ്രഷ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രഷൊക്കെ യൂസ് ചെയ്യാൻ ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തിരക്കിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. എൻ്റെ ഫോർഹെഡിൽ ഫൗണ്ടേഷൻ നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ആ ഒരു കളറിൻ്റെ ആ ഒരു വ്യത്യാസം കാണുന്നത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രോപ്പ് ക്രീമാണ്. എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഞാൻ പേർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിനൊരു 269 റുപ്പീസ് ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസിനൊരു ചേഞ്ചൊക്കെ. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ ഷാഡോ ആണ്. ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഐ ഷാഡോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ മേക്കപ്പിനോട് ഭയങ്കര ഒരു താല്പര്യമില്ല, ബട്ട് ഫങ്ഷൻസൊക്കെ വന്നാൽ ഫാമിലിയിൽ ഫങ്ഷൻസൊക്കെ വന്നാൽ ഞാൻ മേക്കപ്പ് ഇടാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ഷെയ്ഡ് ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഒന്നിലും ബ്രഷൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം എൻ്റെ ഹാൻഡ് വെച്ച് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് മുമ്പ് ഞാനൊരു ലിപ് ബാം തേക്കും. അപ്പോൾ ഈ ഒരു ബേബി ലിപ്സിനുള്ള ഈ ഒരു ലിപ് ബാമാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തത്. ഇതാണ് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലിപ്പിനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് മൈക്കൽ കോഴ്സിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഈ ഒരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കുറേ കാലം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് വാച്ച് മസ്റ്റാണ്. ഏതൊരു ഔട്ട്ഫിറ്റിനും എനിക്ക് വാച്ച് ഇടാണ്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു വാച്ച് വൈറ്റ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ് ആയത് കാരണം ഞാൻ ഇതന്നെയാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കാർഫ് ചെയ്യുന്നത് കാരണം അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിമ്പിൾ ലോക്ക് ചേർന്ന് ഈ ഒരു ചെയിനാണ്. ബട്ട് സ്കാർഫ് ചെയ്യുമ്പോൾ അതൊന്നും കാണില്ല, ബട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്ര ആക്സസറീസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു റിങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് മസ്കാരയാണ്. മസ്കാര മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മസ്കാര എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ റിങ് ഇതാണ്. അപ്പോൾ റോസ് ഗോൾഡിൻ്റെ ഈ ഒരു റിങ് മാത്രമാണ് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.